ഷീജ, സംസ്ഥാനത്ത് അതിശക്തമായ മഴയുടെ മുന്നറിയിപ്പാണ് ഇന്ന് നൽകിയിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടുമുള്ള പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പുകളുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംസ്ഥാനത്തിന്റെ ആകെ മഴയുടെ പൊതുവായ സ്ഥിതി? മഴ ഏതായാലും സംസ്ഥാന വ്യാപകമായി തന്നെ തുടരുകയാണ്. ചിലയിടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയാണെങ്കിൽ അത് ചിലയിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ എന്ന രീതിയിലാണ് സംസ്ഥാന വ്യാപകമായി മഴ തുടരുന്നത്. യെല്ലോ അലേർട്ട് നിലനിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ പോലും ഓറഞ്ച് അലേർട്ടിന് സമാനമായിട്ടുള്ള മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം രാത്രിയിലുടനീളം അതിശക്തമായിട്ടുള്ള മഴയാണ് നഗരമേഖലയിലും തീരമേഖലയിലും അതോടൊപ്പം തന്നെ മലയോര മേഖലയിലും അടക്കം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് പ്രധാനമായും അലർട്ടുകളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ മനു സൂചിപ്പിച്ചതുപോലെയാണ് 5 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം യെല്ലോ അലേർട്ട് നിലനിൽക്കുന്ന ജില്ലകൾ തിരുവനന്തപുരം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളാണ് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. പക്ഷേ ഈ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്ന ജില്ലകളിൽ പോലും ശക്തമായിട്ടുള്ള മഴയല്ല, അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ നിലവിലത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന തീവ്ര ന്യൂനമർദ്ദം ആണ്. ഒന്ന്, ഈ സംസ്ഥാനത്ത് ഈ രീതിയിൽ മഴ ശക്തി പ്രാപിക്കാൻ കാരണം. മറ്റൊന്ന്, തെക്കൻ കർണാടകത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം. ഇതിന്റെ രണ്ടിന്റെ സ്വാധീനത്താലാണ് സംസ്ഥാനത്ത് ഈ രീതിയിൽ മഴ കൂടുതൽ ശക്തമാകുന്നത് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. കാറ്റിന്റെ വേഗത കൂടി കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണം. തീരദേശ മേഖലയ്ക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്ക് അത് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ആ വിലക്ക് തുടരുകയാണ്. പ്രത്യേകിച്ചും കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് അത്തരത്തിൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രത്യേകമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം ഓരോ ജില്ലകളിലും നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അതാത് ജില്ലാ ഭരണകൂടങ്ങൾ വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിലവിലേതായാലും ഈ രീതിയിൽ സംസ്ഥാനത്ത് മഴ ശക്തമായത് മുതൽ അതിശക്തമായ വരെയുള്ള മഴ വരും ദിവസങ്ങളിലും തുടരും. വരുന്നൊരു 3 ദിവസം കൂടി ഈ രീതിയിൽ തന്നെ അതിശക്തമായിട്ടുള്ള മഴ തുടരാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ വ്യക്തമാകുന്നത്. ഏതായാലും ഇന്നത്തെ ഒരു പൊതുചിത്രം ഇനി എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച് 10 മണിക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ അലർട്ടുകൾ വരുന്നതായിരിക്കും. അതിലായിരിക്കും വ്യക്തമാകുക. മനു.